this session we will discuss about complex eigenvalues. നമ്മൾ മുന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് ഐഗൺ നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളിലെല്ലാം റിയൽ നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് കിട്ടുക? മെട്രിക്സ് എ എന്ന് പറയുന്നത് റിയൽ മെട്രിക്സ് ആണെങ്കിലും നമുക്ക് റിയൽ ഐഗൺ വാല്യൂസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോളിനോമിയലാണ് കിട്ടുക അല്ലെ. അപ്പൊ ആ പോളിനോമിയലിന്റെ റൂട്ടുകളാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. അപ്പൊ ആ പോളിനോമിയലിന്റെ റൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിൽ എപ്പോഴും റിയൽ റൂട്ടേ വരാൻ പാടുള്ളൂ എന്നുണ്ടോ? ഈ പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റുകൾ എന്തായാലും റിയൽ നമ്പർ തന്നെയായിരിക്കും. കാരണം എ എന്ന് പറഞ്ഞ മെട്രിക്സ് റിയൽ ആയതുകൊണ്ട് ഇതിന്റെ കോഎഫിഷ്യന്റ് പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റുകൾ റിയൽ തന്നെയാണ് വരിക. പക്ഷെ കോഎഫിഷ്യന്റ് റിയൽ ആയാലും പോളിനോമിയലിന്റെ റൂട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആവാം. അപ്പൊ അങ്ങനെ റൂട്ട് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കോംപ്ലക്സ് നമ്പർ കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ ഐഗൺ വാല്യൂസ് ഓഫ് എ റിയൽ മെട്രിക്സ് ക്യാൻ ബി കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഒരു റിയൽ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കോംപ്ലക്സ് നമ്പറും ആവാം. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനൊരു തിയറി ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. തിയറി ഇതാണ്: ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്. ഇഫ് ലാംഡ ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ ബീറ്റ നോട്ട് ഈക്വൽ ടു 0 ഈസ് എ കോംപ്ലക്സ് ഐഗൺ വാല്യൂ ഓഫ് എ, then its conjugate lambda bar equal to alpha minus I beta is also an eigenvalue of A. Similarly, if K is an eigenvector corresponding to lambda, then its conjugate K bar is an eigenvector corresponding to lambda bar. അപ്പോൾ ഇവിടെ പറഞ്ഞ A എന്ന് പറയുന്നത് ഒരു റിയൽ മെട്രിക്സ് ആണ്. എൻട്രീസ് എല്ലാം റിയൽ നമ്പർ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് എ. അതിന്റെ ഐഗൺ വാല്യൂ ലാംഡ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ഐ ബീറ്റ. ഇവിടെ ബീറ്റ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബീറ്റ 0 ആയി കഴിഞ്ഞാൽ ഐഗൺ വാല്യൂ റിയൽ ആയി. അപ്പൊ ഐഗൺ വാല്യൂ എപ്പോഴും കോംപ്ലക്സ് തന്നെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റും എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആയിരിക്കും. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് ഐ ബീറ്റ, അതും എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ കെ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണെങ്കിൽ കെ ബാർ എന്ന് പറയുന്നത് ലാംഡ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആയിരിക്കും. അപ്പൊ തിയറി എങ്ങനെയാ നമുക്കൊന്ന് ജസ്റ്റ് പ്രൂഫിന്റെ ഒരു പ്രൂഫ് ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ, പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അപ്പൊ നമ്മള് എ എന്ന് പറയുന്ന മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്. ഇതിലെ എല്ലാ എൻട്രീസും റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെ ഒരു മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് വരും ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. അപ്പൊ ഈ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പോളിനോമിയൽ അല്ലെ, പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും അല്ലെ. പോളിനോമിയൽ ഇക്വേഷൻ ഷോർട്ടായിട്ട് ഞാൻ എഴുതുന്നത് പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റുകൾ തന്നെയായിരിക്കും റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും വിത്ത് റിയൽ എൻട്രീസ് തന്നെയായിരിക്കും. കാരണം മെട്രിക്സിലെ എല്ലാ എലമെന്റും റിയൽ ആയതുകൊണ്ട് ഇതിന്റെ എലമെന്റ്സ് എന്തായിരിക്കും? റിയൽ തന്നെയായിരിക്കും. ഡിഗ്രി n ആയിട്ടുള്ള മെട്രിക്സ് ആണ് എ എന്ന് പറയാം. n by n മെട്രിക്സ്
ആണ് എന്ന്. അപ്പോൾ ഇവിടുത്തെ പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും? വിത്ത് ഡിഗ്രി n ആയിരിക്കും. n ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലാണ് കിട്ടിയത്. അപ്പോൾ n ഡിഗ്രിയുള്ള ഈ പോളിനോമിയലിന് നമുക്ക് കോംപ്ലക്സ് റൂട്ട് വന്നൂടെ? അല്ലെ? ഈ പോളിനോമിയലിന്റെ റൂട്ട് കണ്ടുപിടിക്കും. ആ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഐഗൺ വാല്യൂസ് ആയിട്ട് എടുക്കുക അല്ലെ? അപ്പോൾ ഇപ്പോൾ ഒരു n ഡിഗ്രിയുള്ള പോളിനോമിയലിന്റെ ഒരു റൂട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അതിനൊരു കോംപ്ലക്സ് റൂട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കോംപ്ലക്സ് റൂട്ട് കിട്ടിയാൽ അതിന്റെ കോൺജുഗേറ്റും അതിലുണ്ടാവുമല്ലോ. ഒരു പോളിനോമിയലിലെ റൂട്ടുകളൊക്കെ എന്താ? കോംപ്ലക്സ് റൂട്ടുകളൊക്കെ കോൺജുഗേറ്റ് പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു കോംപ്ലക്സ് ഒരു പോളിനോമിയലിന് ഇപ്പോൾ ഒരു 2+i എന്ന് പറഞ്ഞൊരു റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് 2 - i എന്ന് പറഞ്ഞതും ഒരു റൂട്ടായിരിക്കും. എന്നുവെച്ചാൽ ഈ 2+i ഉണ്ടെങ്കിൽ 2 - i അതിനുണ്ടാവും. അപ്പോൾ ഒരു പോളിനോമിയലിന് എപ്പോഴും റൂട്ടുകൾ കോംപ്ലക്സ് റൂട്ടുകൾ കോൺജുഗേറ്റ് പെയറിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിവിടെ ഒരു കോംപ്ലക്സ് ഐഗൺ വാല്യൂ ഉണ്ടെന്ന് എടുക്കാം. ഇതിന്റെ പോളിനോമിയലിന്റെ റൂട്ട് കോംപ്ലക്സ് ആവാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാംഡ ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറയുന്നത് റൂട്ടാന്ന് എടുക്കാം. ഈസ് എ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കാം. ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാംഡ ബാർ എന്ന് പറയുന്നതും അതിന്റെ ഒരു റൂട്ടായിരിക്കുമല്ലോ. ലാംഡ ബാർ എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് ഐ ബീറ്റയും ഈസ് എ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരിക്കും അല്ലെ? അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ടാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഐഗൺ വാല്യൂ ആയിട്ട് പറയുന്നത് അല്ലെ? അപ്പോൾ ഹെൻസ് ഇഫ് ലാംഡ ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ is a complex eigenvalue of A, then its conjugate lambda bar equal to alpha minus I beta is also an eigenvalue of A എന്ന് പറയാം. അപ്പോൾ ഐഗൺ വാല്യൂവിന്റെ കേസ് നമ്മൾ പ്രൂവ് ആയി. ഇനി അടുത്ത നമ്മൾ ഐഗൺ വെക്ടറിന്റെ കേസാണ് എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഐഗൺ വെക്ടറിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ലെറ്റ് കെ ബി കെ എന്ന് പറയുന്നത് ഐഗൺ വെക്ടർ ഓഫ് എ കറസ്പോണ്ടിങ് ടു ഏത് ഐഗൺ വെക്ടറാ? ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറാണ് കെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ലാംഡ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്തായിരിക്കും? കെ ബാർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കെ എന്ന് പറഞ്ഞത് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ബൈ ഡെഫിനിഷൻ ഐഗൺ വെക്ടറിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എ കെ ഈക്വൽ ടു ലാംഡ കെ എഴുതാം. ഇതാണ് ഐഗൺ വെക്ടറിന്റെ ഡെഫിനിഷനിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു എഴുതാം. ലാംഡ ഐഗൺ വാല്യൂ കറസ്പോണ്ടിങ് ടു എ ആണെങ്കിൽ, അതുപോലെ കെ എന്ന് പറയുന്നത് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? എ കെ ഈക്വൽ ടു ലാംഡ കെ ആണെന്ന്. ഇനി എന്ത് ചെയ്യുക? ടേക്കിംഗ് കോൺജുഗേറ്റ് ബോത്ത് സൈഡ്സ്. ടേക്ക് കോൺജുഗേറ്റ് ഓൺ conjugate of equation 1 അല്ലേ? conjugate on both sides of equation 1. ഇവിടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എ കെ ഓൾ ബാർ ഈക്വൽ ടു ലാംഡ കെ ഓൾ ബാർ എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് കോൺജുഗേറ്റ് നമുക്ക് പ്രൊഡക്റ്റ് എ ബാർ കെ ബാർ ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ എന്ന് എഴുതാം. എ എന്ന് പറയുന്ന ഒരു റിയൽ മെട്രിക്സ് ആണല്ലോ. എല്ലാ എൻട്രീസും എന്താ? റിയൽ എൻട്രീസാ. ഒരു റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് എന്താ? ആ റിയൽ നമ്പർ തന്നെയാ. അപ്പോൾ എ ബാർ എന്ന് പറഞ്ഞാൽ എ എന്ന് തന്നെ എഴുതാം. എ കെ ബാർ ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ എന്ന് എഴുതാം. റീസൺ എന്താണ്?
എ റിയൽ മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ സിൻസ് എ എന്ന് പറയുന്നത് എ ഈസ് എ റിയൽ മെട്രിക്സ് ആയതുകൊണ്ട് എ ബാർ എന്ന് പറയുന്നത് എ തന്നെയാണ്. എ ബാർ ഈക്വൽ ടു എ. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവാം? ലാംഡ ബാറിന്റെ എന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് കെ ബാർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഡെഫിനിഷൻ നേരെ തിരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കെ ബാർ ഈസ് ആൻ ഐഗൺ വെക്ടർ of A corresponding to ഏത് ഐഗൺ വാല്യൂ? ലാംഡ ബാർ. അപ്പോൾ ഹെൻസ് കെ ബാർ ഈസ് ആൻ ഐഗൺ വെക്ടർ ഓഫ് എ കറസ്പോണ്ടിങ് ടു ലാംഡ ബാർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് കോംപ്ലക്സ് ഐഗൺ വാല്യൂവിൻ്റെ കേസിൽ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് അതൊന്ന് ശരിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കണ്ടുപിടിച്ച് നോക്കാം. ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടറും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് മാട്രിക്സ് എ ഈക്വൽ ടു 6 - 1 5 4. അപ്പോൾ ആദ്യം ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. സോൾവ് ചെയ്യുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ of A is എന്തുവരും? determinant of A minus lambda I equal to 0. അപ്പോൾ ഇവിടെ എന്തുവരും? determinant of 6 minus lambda minus 1 5 4 minus lambda equal to 0 എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 6 minus lambda into 4 minus lambda minus 5 അപ്പോൾ പ്ലസ് 5 ഈക്വൽ ടു 0. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ എന്തുവരും? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 4 24. അതിൻ്റെ കൂടെ ഈ കോൺസ്റ്റൻറ്റും കൂടെ ആഡ് ചെയ്യാമല്ലോ. 24 + 5 എന്ന് പറയുമ്പോൾ 29 വരും. 29. ഇനി ലാംഡ 6 into minus lambda -6 ലാംഡ വരും. 4 into minus lambda -4 ലാംഡ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 10 ലാംഡ -10 ലാംഡ. ഇനി ലാംഡ മൈനസ് ലാംഡ മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻ കിട്ടി. നമ്മൾ ഇനി റൂട്ട് കണ്ടുപിടിക്കാം. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇനി റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അല്ലാതെ ഫാക്ടർ ആക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. അപ്പോൾ ഇതിപ്പോൾ 29 ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 29 ഒന്നും എന്തായാലും പ്രൈം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനങ്ങനെ ഫാക്ടർ ആക്കാൻ പറ്റില്ല. കോംപ്ലക്സ് റൂട്ടാണ് വരുന്നതെങ്കിൽ -b + or - വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ലാംഡ സ്ക്വയർ -10 ലാംഡ + 29 ഈക്വൽ ടു 0 എന്ന് എഴുതി. ആ ഓർഡറിലങ്ങ് എഴുതി. ഇനി നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാൻ പോണ്. -10 + or - √(b² എന്ന് പറയുമ്പോൾ -10² 100 b² - 4 a എന്ന് പറയുന്നത് 1 c എന്ന് പറയുന്നത് 29 / 2a 2. അപ്പോൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. 10 + or - √29 × 4. ഇവിടെ നമുക്ക് എന്താ കിട്ടുക വാല്യൂ? 29 × 4 100 - 9 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 116 ആണ് കേട്ടോ. / 2. ഇനി ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 10 + or - 100 - 116 എത്ര കിട്ടും? √-16 കിട്ടും അല്ലേ. അപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ i എടുക്കും അല്ലേ. അപ്പോൾ
10 പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് 16 എടുക്കാം. റൂട്ട് -1 നമ്മൾ ഐ ആയിട്ട് എഴുതി. ഇനി റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എന്തായാലും കാണാമല്ലോ, 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 2. ഇനി 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5, ഇവിടെ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5 പ്ലസ് 2i, 5 മൈനസ് 2i. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ടുകളായിട്ട് കിട്ടിയത് അല്ലേ. 5 പ്ലസ് 2iയും 5 മൈനസ് 2i ആണ് നമ്മുടെ റൂട്ട്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ എഴുതാം? ഹെൻസ് the eigen values of the corresponding matrix is lambda 1, lambda 2 എന്ന് പറയുന്നത്. lambda 1 equal to 5 plus 2i and lambda 2 equal to 5 minus 2i. അപ്പോൾ അതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ഇനി ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഐഗൺ വാല്യൂ 5 പ്ലസ് 2iൻ്റെ കോൺജുഗേറ്റ് അല്ലേ 5 മൈനസ് 2i. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കും ഐഗൺ വാല്യൂസിൻ്റെ കേസിൽ. ഇനി അടുത്ത ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 5 പ്ലസ് 2iന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. അടുത്ത ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ മതി. അപ്പോൾ ഹെൻസ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 5 പ്ലസ് 2i. ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ പോണത്. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ലാംഡ 1 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 2i ഇൻറ്റു i. ഐഗൺ വെക്റ്റർ നമ്മൾ കെ ആയിട്ട് എടുത്ത് ഈക്വൽ ടു 0. പിന്നെ അത് സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെ എന്ന് പറഞ്ഞാൽ k1 k2 ആയിട്ട് എടുക്കുക. അപ്പം എ മൈനസ് 5 പ്ലസ് 2i. അപ്പോൾ അതിലെ ഡയഗണൽ എലമെൻറ്റിനോട് 5 പ്ലസ് 2i സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് എന്താ? 6 മൈനസ് 5 പ്ലസ് 2i വരും. അടുത്ത -1 5 4 മൈനസ് 5 പ്ലസ് 2i ഇൻറ്റു k1 k2 ഈക്വൽ ടു 0 0. അപ്പോൾ ഇത് വാല്യൂ കാണുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 മൈനസ് 2i, മൈനസ് 2നും കൂടെ ഉള്ളതാണ്. -1 5 4 മൈനസ് 5 എന്ന് പറയുമ്പോൾ -1 മൈനസ് 2i ഇൻറ്റു k1 k2 ഈക്വൽ ടു 0 0. ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് 2i ഇൻറ്റു k1 മൈനസ് k2 ഈക്വൽ ടു 0. അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുക. 5k1 പ്ലസ് -1 മൈനസ് 2i k2 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ കിട്ടിയ. ഇതിൽ നിന്ന് k1 k2 സോൾവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി അതിൽ നിന്ന് k2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുമല്ലോ? k2 ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഫ്രം 1 2 എന്ന് കൊടുക്കുക. ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ വി ഗെറ്റ് k2 ഈക്വൽ ടു 1 മൈനസ് 2i k1. രണ്ടാമത്തെ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും നോക്കാം നമുക്ക്. k2ന്റെ വാല്യൂ നമ്മളിവിടെ ചിലപ്പോൾ ചേഞ്ചുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഒരു ഇക്വേഷനിൽ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5k1 പ്ലസ് ഇതിൽ മൈനസ് കോമൺ ആയിട്ട് എടുത്തൂടെ. അപ്പോൾ മൈനസ് എടുക്കാം. -1 പ്ലസ് 2i ഇൻറ്റു k2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2i k1 കൊടുക്കുക. അപ്പോൾ ഇതിലൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പോൾ എന്ത് വരും?
5k1 കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 പിന്നെ -2i + 2iയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -4 കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ +4 k1. നമുക്കതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഇക്വേഷൻ മാത്രം മതി. k2 = 1 - 2i k1 ആണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി k1 വാല്യൂ ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വാല്യൂസ് കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഒരു ഇക്വേഷൻ തന്നെയാണ് രണ്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് k1 = 1 ചൂസ് ചെയ്യുക. അപ്പോൾ k2 എന്ത് കിട്ടും? k2 = 1 - 2i. അപ്പോൾ k1 എന്ന് പറഞ്ഞാൽ 1 ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. ഹെൻസ് the eigenvector corresponding to the eigenvector corresponding to lambda 1 = 5 + 2i is എന്താണ്? k1 കിട്ടില്ലേ? 1 - 2i k1 കിട്ടി. ഇനി അടുത്ത അങ്ങനെയാണെങ്കിൽ 5 - 2iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ എന്തായിരിക്കും? then the eigenvector corresponding to lambda 2 = 5 - 2i. ഇതിൻ്റെ കോൺജുഗേറ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഐഗൺ വെക്റ്ററിൻ്റെ കോൺജുഗേറ്റ് 1ൻ്റെ കോൺജുഗേറ്റ് എന്താ? റിയൽ നമ്പർ അല്ലേ? അപ്പോൾ 1 തന്നെ. 1 - 2iൻ്റെ കോൺജുഗേറ്റ് എന്താ? 1 + 2i. അപ്പോൾ ഇതാണ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു lambda 2 = 5 - 2i. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നേരത്തെ പോലെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഒന്നിൻ്റെ കോൺജുഗേറ്റ് ആയതുകൊണ്ട് ഐഗൺ വെക്റ്റർ എങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഐഗൺ വെക്റ്ററുകൾ എന്തൊക്കെ കിട്ടി? ഹെൻസ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ഇത് വേണമെങ്കിൽ നമ്മളൊന്ന് എഴുതാം. k2 = k1 കോൺജുഗേറ്റിന് എഴുതിയാൽ മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lambda 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? lambda 1 കോൺജുഗേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് ഐഗൺ വാല്യൂസ്, കോംപ്ലക്സ് ഐഗൺ വെക്റ്ററും ഒക്കെ കണ്ടുപിടിക്കുന്നത്. റിയലുമായിട്ട് വ്യത്യാസമുണ്ട് നല്ലപോലെ. അപ്പോൾ ഈ കേസിലാകുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ചാൽ മതി, രണ്ടിലും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കോൺജുഗേറ്റിൻ്റെ ഡയറക്റ്റ് അങ്ങ് കോൺജുഗേറ്റ് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഇത്തിരി കൂടെ ഈസി ആയിരിക്കും. 3/3 മെട്രിക്സ് വരുമ്പോൾ ഇത്തിരി കൂടെ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ 2/2 വരെയൊക്കെ ചോദിക്കാറുള്ളൂ.